സിവിൽ സർവീസിലേക്കൊരു വഴികാട്ടി. UPSC, IAS, IPS, IFS, IRS തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കേണ്ടത് എങ്ങനെ? വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് എഴുത്തുകാരനും IAS മെന്ററുമായ ജാഫർ അമീർ UC. സിവിൽ സർവീസിലേക്കൊരു വഴികാട്ടി. കുറച്ച് ബേസിക് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. സർ, ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ് ഈ എക്സാം എഴുതാൻ പറ്റുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, വളരെ സിമ്പിളായൊരു ചോദ്യമാണ്, പക്ഷേ ഒരുപാട് പേർക്ക് അറിയാത്തൊരു കാര്യം കൂടിയാണ്. ഭവ്യ എന്നല്ലേ പേര്? അതെ. വളരെ സിമ്പിളായിട്ടുള്ളതാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ആർക്കൊക്കെയാണ് ഈ എക്സാം എഴുതാൻ പറ്റുക എന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രിയുള്ള ഏതൊരാൾക്കും ഈ എക്സാം എഴുതാൻ പറ്റും. അത് എല്ലാവർക്കും അറിയാത്തൊരു കാര്യമാണ്, പക്ഷേ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനി ഡിഗ്രിയാണ് നമ്മുടെ സിവിൽ സർവീസിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് എങ്ങനെയാവാം, ഓപ്പൺ ഡിഗ്രി ആവാം, ഡിസ്റ്റൻസിൽ നിങ്ങളെടുത്ത ഡിഗ്രി ആവാം, അല്ലെങ്കിൽ റെഗുലറായിട്ടുള്ളതാവാം, ഇനി LLBയുടെ കൂടെ ചെയ്ത ഡിഗ്രി, എനി ഡിഗ്രി, അത് മാത്രമേ ഉള്ളൂ. എനി ഡിഗ്രി ഉള്ള ഡിഗ്രി ഹോൾഡറായിട്ടുള്ള ആർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഈ പറഞ്ഞ സിവിൽ സർവീസ് എക്സാം എന്നുള്ളത്. അതായത് സിവിൽ സർവീസ് എക്സാമിനെ കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം, ഈ എക്സാം ഒരു ഗ്രേറ്റ് ലെവലറാന്ന് പറയും. ലെവലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പണക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ള വ്യത്യാസം ഭയങ്കരമാണ്. പക്ഷെ അവിടെ ശരിക്കും ഒരാൾക്ക് ഏറ്റവും ഉയർന്നു വരാൻ പറ്റുന്ന ഒരു പൊസിഷനിലേക്ക് ഏതൊരാൾക്കും ആ പൊസിഷനിലേക്ക് ഉയർന്നു വരാം എന്നുള്ളൊരു സാധ്യതയും കൂടെ എവിടെയുണ്ട്? നമ്മുടെ രാജ്യത്തുണ്ട്. അതുകൊണ്ടാണ് ഇതിനൊരു ലെവലറായിട്ട്, ഗ്രേറ്റ് ലെവലറായിട്ട് പറയുന്നത്. അപ്പോൾ എനി ഡിഗ്രിയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. ഡിഗ്രി ഉള്ള ആർക്കും എക്സാം എഴുതാം. താങ്ക് യു സർ. സർ, എനിക്കൊരു സംശയമുണ്ട്. അതായത് നമ്മൾ ഈ എക്സാമിന് എന്തെങ്കിലും ഏജ് ലിമിറ്റ് ഉണ്ടോ? അതുപോലെ ഈ എക്സാം നമുക്ക് എത്ര വയസ്സ് മുതൽ എഴുതാം? അല്ലെങ്കിൽ ഉയർന്ന പ്രായപരിധി എത്രയാണ്? പ്രായപരിധി അല്ലെങ്കിൽ ഉയർന്ന പ്രായപരിധി, മിനിമം ഏജ്, ഈ കാര്യങ്ങളാണ് അറിയേണ്ടത് അല്ലേ. നമ്മുടെ എക്സാമിന് മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 21 വയസ്സാണ്. അതായത് ഏത് വർഷം, ഇപ്പോൾ 2026 നിങ്ങൾ എക്സാം എഴുതുന്നതെങ്കിൽ 2026 ഓഗസ്റ്റ് 1 തീയതി, ശ്രദ്ധിക്കണം, ഓഗസ്റ്റ് 1 തീയതി നിങ്ങൾക്ക് 21 വയസ്സ് തികഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ 2026 നിങ്ങൾക്ക് എക്സാം എഴുതാം. ഇനി അടുത്ത വർഷമാണ് നിങ്ങൾക്ക് 21 വയസ്സ് തികയുന്നതെങ്കിൽ അടുത്ത വർഷത്തെ എക്സാമാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുക. അപ്പോൾ 21 വയസ്സാണ് ഇതിന്റെ മിനിമം ഏജ് എന്ന് പറയുന്നത്. ഇനി വേറൊരു രസകരമായ ഫാക്റ്റും കൂടെ ഞാൻ പറഞ്ഞുതരാം. 21 വയസ്സിൽ ചിലപ്പോൾ നിങ്ങളുടെ ഡിഗ്രി ഫൈനൽ ഇയർ ആയിരിക്കും അല്ലേ? അതെ. ഈ ഡിഗ്രി ഫൈനൽ ഇയർ ആകുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുമോ? പിന്നെ 21 വയസ്സ് വെച്ചതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് പലരും സംശയിക്കും. പക്ഷെ അവിടെയാണ് UPSC വളരെ എന്താ പറയുക, നമുക്ക് ഒരു സബ്സിഡി പോലെ ഒരു സംഭവം ചെയ്തു തരുന്നുണ്ട്. ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ വയസ്സ് ഏജ്, അത് ഈ ഓഗസ്റ്റ് 1 തീയതി 21 വയസ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ വർഷം എക്സാം എഴുതാം. റിസൾട്ട് വരണമെന്നില്ല. ഓക്കെ, എക്സാം എഴുതാം. അങ്ങനെ എഴുതി 21 വയസ്സിൽ IAS ആയ ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ട്. ഓക്കെ, അപ്പൊ 21 വയസ്സിലും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സാം എഴുതുകയും ചെയ്യാം, IAS ആവുകയും ചെയ്യാം. UPയിലുള്ള പേര് ഞാൻ മറന്നുപോയി, ആളാണ് 21 വയസ്സിൽ IAS ആയിട്ടുള്ളത്. ഒരാൾ മാത്രമൊന്നുമല്ല, ഒരുപാട് പേരുണ്ട്. അതേപോലെ ഇനി മിനിമം ഏജ് എന്ന് പറയുന്നത് 21 വയസ്സാണ്. 21 വയസ്സുള്ള ആർക്കും എഴുതാം. അതേപോലെ അപ്പർ ഏജ് ലിമിറ്റും ഉണ്ട്, കാരണം ഒരുപാട് പ്രായമായ ആൾക്കാരെ നമ്മൾ സർവീസിലേക്ക് എടുത്തു. സർ, എനിക്കൊരു സംശയം. അതായത് നമ്മളിപ്പോൾ 21 വയസ്സ് ഡിഗ്രി 3rd ഇയർ ആകുമ്പോഴാണ് നമുക്ക് ആയത് എക്സാം എഴുതി, അപ്പോൾ റിസൾട്ട് അതിനെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഡിഗ്രി എഴുതിയ റിസൾട്ട് വന്ന് അത് നമുക്ക് ഫെയിൽ ആയാൽ ഇതിനെ ബാധിക്കുമോ? അതോടെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ക്വാളിഫൈഡ് അല്ലാതായല്ലോ. കാരണം അപ്പോഴേക്കും നമ്മൾ പ്രിലിംസ് എക്സാം കഴിയുള്ളൂ. മെയിൻസ് എക്സാമിന്റെ സമയമാകുമ്പോഴേക്കും നമ്മളെ ഡിഗ്രീൻ്റെ റിസൾട്ട് വരണം. അതങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. അപ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് ആ റിസൾട്ട് വരുമ്പോൾ നമ്മൾ ഫെയിൽ അല്ലെങ്കിൽ ഒരു പേപ്പറോ 2 പേപ്പറോ പോയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ പ്രിലിംസ് ഇൻവാലിഡ് ആവും. പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത്, കാരണം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് എന്താണ്? ഡിഗ്രിയാണ്. അപ്പോൾ ഡിഗ്രി ഇല്ലാതെ ഒരിക്കലും നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ലല്ലോ. നമുക്കൊരു ഫേവർ ചെയ്യുകയാണ് എന്ത്, UPSC. അപ്പോൾ നമുക്ക് ഗ്യാരണ്ടി ഉണ്ട്, ഇത് പാസ്സാവുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് എഴുതാം. അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഓരോ കാറ്റഗറിക്കും സെപ്പറേറ്റ് ആണ്. ഇപ്പോൾ ജനറൽ കാറ്റഗറിയിലുള്ള ഒരാൾക്ക് 32 വയസ്സ് വരെയാണ് എക്സാം എഴുതാൻ കഴിയുക. OBC ആണെങ്കിൽ അവർക്ക് 3 വർഷത്തെ ഇളവുണ്ട്, 35 വയസ്സ് വരെ എഴുതാം. SC ST ആണെങ്കിൽ 5 വർഷത്തെ ഇളവുണ്ട്, 37 വയസ്സ് വരെ അവർക്ക് പരീക്ഷ എഴുതാം.
ഇങ്ങനെയാണ് ഏജ് ലിമിറ്റ്. സർ, അതുപോലെ തന്നെ എത്രാമത്തെ വയസ്സാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്? ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഏത് വയസ്സിലാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക എന്നുള്ള, അല്ലെങ്കിൽ ഏത് വയസ്സാണ് നമുക്ക് സർവീസ് കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ളതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഒരു ഏജ് ഇല്ല. നമുക്ക് 21-ാം വയസ്സിൽ നമ്മുടെ പ്രിപ്പറേഷൻ, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പ്രിപ്പറേഷനാണ്. എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എലിജിബിൾ ആണ്. ആ വർഷം നമുക്ക് എഴുതിയാൽ നമുക്ക് കിട്ടും. നേരെ മറിച്ച് 21 കഴിഞ്ഞ് 32-ാമത്തെ വയസ്സിലും 32-ാമത്തെ വയസ്സിലും നമ്മുടെ പ്രിപ്പറേഷൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ആ വർഷവും സിവിൽ സർവീസ് കിട്ടില്ല. അപ്പോൾ എപ്പോഴാണോ നമ്മുടെ പ്രിപ്പറേഷൻ തീരുന്നത് അതാണ് നമ്മുടെ ഓപ്റ്റിമം ഏജ്. ആ വർഷമാണ് നമുക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഏജ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, താങ്ക് യു സർ. സർ, പിന്നെ എത്ര ഫീസാണ് ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് വേണ്ടത്? കാരണം നമ്മൾ സാധാരണക്കാരെ കൊണ്ട് അത് എഫോർഡ് ചെയ്യാൻ പറ്റുമോ? കാരണം ഞാനിത് ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ ബാക്കി മറ്റ് എക്സാംസിനൊക്കെ അത് ലക്ഷക്കണക്കിന് ചെലവുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പോൾ ഈ ഒരു എക്സാമിന് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഭവ്യ, അതാണ് ഈ എക്സാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നീറ്റ് അല്ലെങ്കിൽ എൻജിനീയറിംഗ് എക്സാമുകൾക്കൊക്കെ നമ്മൾ ലക്ഷക്കണക്കിന് രൂപ, മെഡിക്കൽ എൻട്രൻസിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ലക്ഷക്കണക്കിന് രൂപയാണ് ചിലവാക്കുന്നത്. ഇവിടെ ഈ സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സർവീസിലേക്കുള്ള എക്സാമിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചാർജ് ചെയ്യുന്നത് വെറും 100 രൂപ മാത്രമാണ്. അതെല്ലാവർക്കും ഒരുപാട് പേർക്ക് അറിയാത്ത കാര്യമാണ്. അപ്പോൾ അത് എന്തായാലും ഒന്ന് ചോദിച്ചതിന് വളരെ നന്ദി. 100 രൂപ മാത്രമാണ് ഈ എക്സാമിൻ്റെ ചെലവ് എന്ന് പറയുന്നത്. അതായത് ജനറൽ കാറ്റഗറി OBCയിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ 100 രൂപയുള്ളത്. ഫീമെയിൽ കാൻഡിഡേറ്റ് അതേപോലെ SC/SC കാൻഡിഡേറ്റുകൾക്ക് ഫ്രീ ആയിട്ടാണ് ഈ എക്സാം ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത്. 1 രൂപ പോലും അവരുടെ നിന്ന് വാങ്ങുന്നില്ല. അതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വാളിറ്റിയുള്ള, കപ്പബിലിറ്റിയുള്ള, കാലിബറുള്ള ആൾക്കാരെയാണ് ഗവൺമെന്റിന് വേണ്ടത്. അതിൽ ഒരു മണി മോട്ടീവായിട്ടുള്ള ഒരു സംഭവം അതിൽ ഇല്ല. പിന്നെ അത് പ്രിലിംസ് എക്സാമിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. മെയിൻസ് എക്സാമിൻ്റെ സെനാരിയോയിലേക്ക് വരുമ്പോൾ OBC ആൻഡ് ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് 200 രൂപ മാത്രമാണ് ഫീസ് വരുന്നത്. അവിടെയും ഫീമെയിൽ കാൻഡിഡേറ്റ് അല്ലെ SC/ST കാൻഡിഡേറ്റിന് ഫ്രീ ആണ്. അവർക്ക് എക്സാമിൻ്റെ ഫീസിൽ നിന്ന് അവരെ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഗവൺമെൻറ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നിട്ടുണ്ട്. ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യങ്ങളാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ വെറും ഒരു 100 രൂപ ഉണ്ടെങ്കിൽ എഴുതാവുന്ന എക്സാമാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമായ ഇന്ത്യൻ സിവിൽ സർവീസ്. ഇത്രയും പൈസ കുറവാന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത്. അപ്പൊ ഒന്ന് വണ്ടറായി. സത്യം പറഞ്ഞാൽ ഞാനും ഈ ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത്. അന്ന് ഈ എക്സാമിന്റെ ഫീസായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഒരു ഉള്ളിലുണ്ടാവുമല്ലോ, ഇതെങ്ങനെ വീട്ടിൽ പറയും, കാരണം ഇത്രയും വലിയൊരു ഫീസ് സ്ട്രക്ചറൊക്കെ വരുമോ എന്നുള്ള പേടിയിലായിരുന്നു. പക്ഷെ ഇതിന്റെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. ഫസ്റ്റ് കേട്ടപ്പോൾ എനിക്കും വിശ്വസിക്കാൻ പറ്റില്ല. 100 രൂപ കൊണ്ട് നമുക്ക് ഇത്രയും വലിയൊരു എക്സാം എഴുതാന്നുള്ളത്. സർ, അതുപോലെ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് എത്ര തവണയാണ് നമുക്ക് ഒരാൾക്ക് ഒരു അറ്റംപ്റ്റ് നടത്താം ഈ ഒരു എക്സാമിന്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്ക് അനുവദിച്ചിട്ടുള്ള അറ്റംപ്റ്റുകൾ ലിമിറ്റഡ് ആണ്. ഒരാൾക്ക് എപ്പോഴും ഏജ് ലിമിറ്റിനുള്ളിലുള്ള ഒരാൾക്ക് 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെ കണ്ടിന്യൂസ് ആയിട്ട് എക്സാം എഴുതാൻ കഴിയില്ല. ഓരോരുത്തർക്കും അറ്റംപ്റ്റിന് ലിമിറ്റ് ഉണ്ട്. നോർമലി ഇപ്പോൾ ജനറൽ കാറ്റഗറിക്കുള്ള അറ്റംപ്റ്റിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 6 തവണയാണ്. ഓക്കെ, 6 തവണയാണ് ഒരാൾക്ക് മാക്സിമം എഴുതാൻ പറ്റുന്ന അറ്റംപ്റ്റുകൾ. അത് OBCയിലേക്ക് വരുമ്പോൾ 3 എക്സംഷൻ ഉണ്ട്. 3 വർഷം കൂടെ അവർക്ക് അറ്റൻഡ് ചെയ്യാം. ടോട്ടലി അവർക്ക് 9 ചാൻസുകളാണ് ഉള്ളത്. സർ, അതുപോലെ നമുക്കിത് കണ്ടിന്യൂ ആയിട്ട് അതേ വർഷം ഇങ്ങനെ നെക്സ്റ്റ് വർഷം എഴുതണം എന്നില്ലല്ലോ? ഇല്ല, അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. ഇപ്പോൾ ഈ വർഷം എഴുതി നമുക്ക് അടുത്ത വർഷം ഒന്നും കൂടെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പിന്നത്തെ വർഷമാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്തതിന് ശേഷം എക്സാമിന് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ ആ ഒരു അറ്റംപ്റ്റ് ചെയ്തതായിട്ട് കാൽക്കുലേറ്റ് ചെയ്യില്ല. അപ്പോൾ ആ ചാൻസ് പോവില്ല. സർ, അതുപോലെ തന്നെ എത്ര വയസ്സ് മുതലാണ് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പറ്റുന്നത്? അതുപോലെ എപ്പോൾ തുടങ്ങാം? നമ്മളിപ്പോൾ ഏത് ക്ലാസ് മുതലാണ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പറ്റുക? ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അതായത് ചെറിയ ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്ക് പോലും ഇപ്പോൾ സിവിൽ സർവീസിൻ്റെ ട്രെയിനിങ് എന്നുള്ള രീതിയിൽ കുറേ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഈ ചോദ്യം വളരെ റെലവൻ്റ് ആണ്. സിവിൽ സർവീസിന് നമുക്ക് ഏത് വർഷം തൊട്ട് തുടങ്ങാം എന്നുള്ളതിന് ഒരു പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലിമിറ്റൊന്നുമില്ല. കാരണം സിവിൽ സർവീസിൽ അവർ ആദ്യമായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് +2 വരെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്.
+2 വരെ നമ്മൾ സ്കൂൾ തലത്തിൽ പഠിച്ച കാര്യങ്ങളാണ് സിവിൽ സർവീസ് എക്സാമിൽ ജനറൽ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് അതിന് ആൻസർ കിട്ടിക്കഴിഞ്ഞു. 6ാം ക്ലാസ്, 7ാം ക്ലാസ്, 8, 9, 10, +1, +2 ഇതിലുള്ള സിലബസുകൾ, അതിൽ എസ്പെഷ്യലി ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റാണ് സിവിൽ സർവീസിൽ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നത്. സയൻസ് ഉണ്ട്, മാത്സ് ഉണ്ട്, പക്ഷേ കൂടുതൽ കവർ ചെയ്യുന്നത് ഒരു 75% ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകളാണ്. അതായത് ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ പൊളിറ്റി, ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പ്, എൻവയോൺമെൻറ്റ്, ജോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് വേൾഡ്, ഫിസിക്കൽ ജോഗ്രഫി, എക്കണോമി എന്ന് പറഞ്ഞാൽ എക്കണോമിക്സ് എന്ന് പറയുന്ന പോലെ വിശാലമായൊരു ടോപ്പിക് അങ്ങനെയൊന്നും അല്ല പഠിക്കേണ്ടത്. പൊളിറ്റി ആകുമ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയുന്ന അത് അതിൻ്റെ സയൻസ്, പൊളിറ്റിക്കൽ സയൻസ്, അതിൻ്റെ തിയറീസ് അതൊന്നും നമുക്ക് പഠിക്കാനില്ല. അതേപോലെ എക്കണോമിക്സിൽ ഒരുപാട് തിയറീസ് ഒന്നും പഠിക്കാനില്ല. എക്കണോമിക്സും അല്ല പഠിക്കേണ്ടത്, എക്കണോമി എന്നാണ്, ഇന്ത്യൻ എക്കണോമി. അപ്പോൾ എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്കണോമി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ എങ്ങനെ പ്രവർത്തിക്കുന്നു, കാരണം നമ്മളാണല്ലോ ഇത് റൺ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു ബേസിക് നോളജ് വേണം. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിൻ്റെ ബേസിക് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഇന്ത്യൻ എക്കണോമി ആൻഡ് ഗ്ലോബൽ എക്കണോമി. ഓക്കെ, ലോക സമ്പദ് വ്യവസ്ഥയുമായിട്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനിൽ എങ്ങനെയൊക്കെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, ഇത്രേ പഠിക്കാനുള്ളൂ. സർ, അതുപോലെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമ്മളിപ്പോൾ പഠിക്കുന്ന രീതി എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞുതരാമോ? ഇപ്പോൾ വായിച്ച് പഠിച്ചാൽ മതിയോ, അതോ എഴുതി പഠിക്കണോ? അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ ഇപ്പോൾ വായിക്കുമ്പോൾ നമ്മൾ എക്സാമിൻ്റെ ആ ഒരു ഡേറ്റ് എടുത്തിട്ട് വായിച്ച് തുടങ്ങിയാൽ മതിയോ, അതോ ആദ്യം വായിക്കണം? എങ്ങനെയാണ് സർ എന്ന് പറഞ്ഞുതരാമോ? ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ദിവസം സംഭവിക്കുന്ന കാര്യമല്ല. നമ്മൾ ഈ ന്യൂസ് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ടൊന്ന് ആലോചിച്ചാലും മനസ്സിലാവും. ന്യൂസ് പേപ്പർ ഈസ് ലൈക്ക് എ നോവൽ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. കഴിഞ്ഞ വർഷം എന്തൊക്കെയാണോ സംഭവിച്ചത് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ വർഷം സംഭവിക്കുന്നത്. ഇന്ന് സംഭവിക്കുന്നത് എന്താണ്? കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്നലെ ആകുമ്പോഴേക്കും അത് ഹിസ്റ്ററിയായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ നോവൽ. ഒരു നോവൽ വായിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഗോൾഡിൻ്റെ കാര്യം തന്നെ നോക്കാം. ഗോൾഡിന് കഴിഞ്ഞ ഒരു 1.5-2 വർഷം കൊണ്ട് ഗോൾഡിന് പെട്ടെന്ന് വില കൂടിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഇത്രയും നാള് 30,000-40,000 രൂപയുള്ള ഗോൾഡ് കഴിഞ്ഞ 2 വർഷം കൊണ്ട് പെട്ടെന്ന് 1 ലക്ഷത്തിലേക്ക് എത്തുന്നു. ഇപ്പൊ അത് 1.40 വരെ എത്തി. ഒരു പവൻ ഇപ്പോൾ കംപ്ലീറ്റ് പണിയൊക്കെ കഴിച്ച് നമ്മളെ കയ്യിലെത്തുന്ന ഒരു പ്രോഡക്റ്റായി വരുമ്പോൾ 1,40,000 രൂപയാണ്. എങ്ങനെയാണ്? എന്താണ്? വാട്ട് ഈസ് ബിഹൈൻഡ് ഇറ്റ്? ആലോചിച്ചിട്ടുണ്ടോ? കാരണം എല്ലാവരും എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന, നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. വൈ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് അതിന്റെ റീസൺ? യുദ്ധം കാരണമാണോ? വെരി ഗുഡ് അസംഷൻ, നല്ലൊരു അസംഷനാണ്. അപ്പോൾ നമുക്ക് പെട്രോളിനൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കിപ്പോൾ ഗ്യാസ് കിട്ടാനില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഹോർമോസ് കടലെടുക്ക് അടച്ചിട്ടാണുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു റീസൺ ആയിക്കൂടെ? അതും പാർഷ്യലി അത് റീസണാണ്, പക്ഷേ ഒറിജിനൽ റീസൺ അതല്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റഷ്യ-യുക്രൈൻ യുദ്ധം ഉണ്ടായിരുന്നു ഒരു 3 വർഷം മുമ്പ്. അന്ന് റഷ്യയുടെ ഒരുപാട് അസറ്റുകൾ US-ന്റെ കസ്റ്റഡിയിലല്ല, എല്ലായിടത്തും നമ്മൾ ഓരോ രാജ്യങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ. അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയണം. എങ്ങനെയാണ് ഈ ഒരു എക്സാം നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാന്നുള്ളതിന്റെ ഒരു ടെക്നിക്കാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ഇത് കുറച്ച് ലെങ്തി ആയിട്ട് പോകുന്നത് കേട്ടോ. അതായത് ആ യുക്രൈൻ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് റഷ്യയുടെ അസറ്റുകൾ US എന്ത് ചെയ്തു? മരവിപ്പിച്ചു. അവർക്ക് അവിടെയുള്ള ഷെയറുകളൊന്നും അവർക്ക് തിരിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും റഷ്യക്ക് ആരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു? അമേരിക്കയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അമേരിക്കയുടെ കറൻസിയാണ് ഏത്? ഡോളർ. അതാണ് വേൾഡ് വൈഡ് ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്. ആ കറൻസിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ റഷ്യ പിന്നീട് ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം എവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി? ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി, സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ റഷ്യയുടെ പോലെ തന്നെ സിമിലർ ആയ അനുഭവങ്ങൾ മറ്റു പല രാജ്യങ്ങൾക്ക് വന്നപ്പോൾ ഇവരെല്ലാവരും ഡോളറിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് എവിടേക്ക് മാറി? ഗോൾഡ് റിസർവിലേക്ക് മാറി. അപ്പോൾ എല്ലാ സെൻട്രൽ ബാങ്കുകളും, എല്ലാ രാജ്യങ്ങളുടെയും സെൻട്രൽ ബാങ്കുകൾ ഗോൾഡ് പർച്ചേസ് ചെയ്തിട്ട് റിസർവ് ചെയ്ത് വെക്കാൻ തുടങ്ങി. ആ സമയത്താണ് ഈ ഹോർമോസിന്റെ ഇഷ്യൂയും കൂടെ വരുന്നത്. ഹോർമോസിന്റെ ഇഷ്യൂയും കൂടെ വന്നപ്പോൾ നിലവിലെ ഒരു ലോക ജിയോ പൊളിറ്റിക്കൽ സെനാരിയോ എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ പെട്രോളിയം പ്രോഡക്റ്റുകളും ഡോളറിൽ മാത്രമേ വാങ്ങാൻ പാടുള്ളൂ എന്നൊരു നിയമമുണ്ട്. അതിനെയാണ് ഇപ്പോൾ ഇറാൻ എന്ത് ചെയ്തിട്ടുള്ളത്? ചെക്ക് ചെയ്തിട്ടുള്ളത്. അതോടുകൂടി ഒരുപാട് രാജ്യങ്ങളിപ്പോൾ ഈ റഷ്യൻ കറൻസി, ചൈനീസ് കറൻസി, ഈവൻ ഇറാൻ കറൻസിയിൽ പോലും പെട്രോൾ വാങ്ങാൻ തുടങ്ങി. ഓട്ടോമാറ്റിക്കായിട്ട് ഡോളറിന്റെ വില പിന്നെയും ഇടിഞ്ഞു. ഡോളറിന്റെ ആ മൂല്യം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പകരമായിട്ട് ഒരാൾ വേണ്ടേ?
അതിൻ്റെ പകരക്കാരനായിട്ട് വന്ന ആളാണ് ആര്? സ്വർണം. അപ്പോൾ സ്വർണം എല്ലാവരും ധൈര്യത്തോടെ ഇൻവെസ്റ്റ് ചെയ്ത് അത് സംഭരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് സ്വർണത്തിന് വില കൂടുന്നത്. എല്ലാവർക്കും ആവശ്യം വരുമ്പോൾ ഈ സ്വർണത്തിൻ്റെ പ്രൈസ് എന്തായാലും ഷൂട്ട് ചെയ്യും. ആ രീതിയിലാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് മനസ്സിലാക്കണം. നമ്മൾ ജിയോ പൊളിറ്റിക്കൽ സെനാരിയോ മൊത്തം മനസ്സിലാക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഓരോ ടോപ്പിക്കിനെയും സമീപിക്കേണ്ടത്. നമ്മൾ ഒരു ഒറ്റ ആംഗിളിൽ മാത്രം ചിന്തിച്ചാൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഒരേ ഒരു ചെറിയ ടോപ്പിക്കിനെ നമ്മൾ ജോഗ്രഫിക്കലി ചിന്തിക്കണം, പൊളിറ്റിക്കലി ചിന്തിക്കണം, ഇക്കണോമിക്കലി ചിന്തിക്കണം, എൻവയോൺമെന്റലി ചിന്തിക്കണം, സൈക്കോളജിക്കലി ചിന്തിക്കണം. ഒരൊറ്റ പോയിന്റ്. ആ ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ വരുമ്പോഴാണ് നമ്മുടെ പ്രിപ്പറേഷൻ കറക്റ്റ് മെത്തേഡിലേക്ക് വരുന്നത്. ഓക്കെ. ശ്രോതാക്കൾ കേട്ടത് UPSC, IAS, IPS, IFS, IRS തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കേണ്ടത് എങ്ങനെ എന്നതിനെക്കുറിച്ച്. വിവരങ്ങൾ പങ്കുവച്ചത് എഴുത്തുകാരനും IAS മെന്ററുമായ ജാഫർ അമീർ UC. തുടർന്ന് കേൾക്കാം അടുത്ത അധ്യായത്തിൽ. സിവിൽ സർവീസിലേക്കൊരു വഴികാട്ടി.